ഈ സ്കൂള് ഭയങ്കര ഓൾഡാണ്. പറയാൻ കാരണം എന്നല്ലേ, 26/11/1917 നിർമ്മിച്ചാണ്. S2 സ്റ്റുഡൻസ് ഇല്ലേ ക്ലാസ്സല്ലേ, S2 കൂടുക S2 കൂടുകി അത് ಗೊತ್ತಿಲ್ಲ. ലബ്ബായ് മസ്ജിദ് ബാച്ചള്ളി, ഒരേ ഒരു മസ്ജിദാണിത്. ചെറിയൊരു പള്ളി ഉണ്ട് ഇവിടെ. ആളിരുന്നിട്ട് ഭയങ്കര കളിയാണ്. ഇത് ഏതൊരു ഗെയിം പുളിങ്കൂരി വെച്ചിട്ട് ಏದು ಹೆಸರು ಗೇಮ್ ಹೆಸರು ಇದು ಕಡಲೆಕಾಯಿ. ಇದು ನೀವು ವ್ಯವಸಾಯ ಮಾಡ್ತೀರಾ? ಅದು ಎಲ್ಲಿ ಇದಕ್ಕೆ ಎಷ್ಟು ಬೆಲೆ ಸಿಗುತ್ತೆ ನಿಮ್ಗೂ? ಇವಾಗ ಕ್ಲೋಸ್ ಆಗಿದೆ. ಇದು ಅವ್ರದ್ದು കടയാണ്. ನೇಬಲಂಡಿ ಇದು ರೇಷನ್ ಶಾಪ್. റേഷൻ കടയുണ്ടത്. ടൈം പോയിത്തു. ടൈം കഴിഞ്ഞു. ഇവിടെ ഉണ്ട് അത്രയും വീടുകൾക്കിടയിൽ ചെറിയൊരു പോസ്റ്റ് ഓഫീസ്. ഞാനിപ്പോ കർണാടകയിലുള്ള ബാച്ചള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഉള്ളത്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ടൗൺ പോലെ എനിക്ക് ഇങ്ങനെ കണ്ടു. അപ്പൊ ജസ്റ്റ് ഞാൻ വണ്ടി അങ്ങോട്ടാണ്. അങ്ങോട്ട് വരാനുള്ള കാരണം, ഞാൻ മാപ്പ് നോക്കിയപ്പോൾ മലപ്പുറ എന്ന് പറഞ്ഞൊരു പേര് കണ്ടു. മലപ്പുറ എന്നുള്ളൊരു സ്ഥലം കർണാടകയിലുണ്ടോ എന്ന് വിചാരിച്ചു ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന വഴിക്ക് ഇങ്ങനെ ബാച്ചള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നു. ഇവിടെ ഞാൻ നിർത്താണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്കൂൾ കണ്ടു. ഈ സ്കൂളുണ്ടല്ലോ, ഇത് ഈ ജില്ലയിൽ 100 വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂൾ ഒന്ന് കണ്ടപ്പോൾ നിർത്തിയത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരൊറ്റ ഒരു കെട്ടിടമാണ്. ഇത് ഇന്നും റെനോവേഷൻ ഒന്നും ചെയ്യാതെ അങ്ങനെ ജസ്റ്റ് റൂഫിങ് മാത്രം ജസ്റ്റ് റെനോവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഇവിടെ സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഹെഡ് മാസ്റ്ററെ കണ്ട് സംസാരിച്ചു. പെർമിഷനൊക്കെ മേടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളൊന്ന് നമുക്ക് ജസ്റ്റ് കാണാം. ഇവരൊക്കെ ഈ സ്കൂളിലത്തെ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇത് പേര് ധനുഷ് നിശാന്ത് റിഷാന്ത് കൗശിക് പ്രീതം സിഞ്ചന ಎಲ್ಲ ಇದೇ ಊರು. അപ്പോൾ ഇതൊരു 100-110 കുട്ടികൾ മാത്രം ഉള്ള ഒരു സ്കൂളാണ്. 1 to 7, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. നമുക്ക് ഈ സ്കൂൾ കെട്ടിടം ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച കൊണ്ട് ഉച്ചവരെ വരെ സ്കൂളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. ഈ താലൂക്കിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു സ്കൂളാണ്. അപ്പൊ ധനുഷാണ് നമുക്കൊന്ന് ഗൈഡ്. ಕ್ಲಾಸ್ ಅಲ್ಲಿ ಅಲ್ಲಿ ಬರ್ತೀನಿ. ಇದು ಸ್ಟೂಡೆಂಟ್ಸ್ ಮ್ಯಾಥ್ಸ್ ಕ್ಲಾಸ್ ಇಸ್ ಗೋಯಿಂಗ್ ಆನ್. ಓಕೆ, ಇಲ್ಲಿ ಕನ್ನಡ ಮೀಡಿಯಾ ಓನ್ಲಿ ಕನ್ನಡ ಮೀಡಿಯಾ. ಕನ್ನಡ ಸೆಕೆಂಡ್ ಲ್ಯಾಂಗ್ವೇಜ್ ಇಂಗ್ಲೀಷು ഹിന്ദി 7th ക്ലാസ് ഓൺവേർഡ്സ്. ഓക്കെ, അതായത് കന്നഡ മീഡിയം സ്കൂളാണ്. കന്നഡ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇവർക്ക് ഹിന്ദി പഠിക്കും, പിന്നെ ഇംഗ്ലീഷ് പഠിക്കും. ഹിന്ദിയൊക്കെ 7ാം ക്ലാസ് മുതൽ അതുവരെ, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കും. അതാണ് ഇപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അത്ര എല്ലാ ദിവസവും. ഓഫീസ് റൂം. ഓക്കെ, നമ്മുടെ ഇൻചാർജ് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ശശികുമാർ എന്നാണ് സാറിൻ്റെ പേര്. தமிழ் தெரியுமா? எப்படி தெரியும்? தமிழ் தானா? எங்க ஊரு இதான். எப்படி தமிழ் தெரியும்? இங்க எல்லாருமே கன்னட தானே பேசுறாங்க. கூடலூர் தெரியுமா? வந்திருக்கியா? ஓகே ಓಕೆ, ನಿಮ್ಗೆಲ್ಲ ಇದು ಗೊತ್ತಿಲ್ಲ. ಓಕೆ, ಇದು ನಿಮ್ಮ ಕ್ಲಾಸು? ಎಷ್ಟು ಕ್ಲಾಸ್ ಇದು? 7th. ഓക്കെ, അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് ഒന്ന് കടന്നു. കുട്ടികൾക്കൊരു ആഗ്രഹം. അപ്പോൾ 7ാം ക്ലാസ് ഇവിടുത്തെ ക്ലാസ് മുറിയാണിത്. ഓക്കെ, റൈറ്റ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
ಎಷ್ಟು ಸ್ಟೂಡೆಂಟ್ಸ್ ಇಲ್ಲಿ ನಿಮ್ಮ ಕ್ಲಾಸಲ್ಲಿ? ಎಷ್ಟು ಹುಡುಗ ಎಷ್ಟು ಹುಡುಗಿ ಅದು ಗೊತ್ತಿಲ್ಲ. ಟೋಟಲ್ ಎಷ್ಟು? 24 ಅಂತೆ. ಎಷ್ಟು ಹುಡುಗ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ, ನಡ್ಕೊಂಡು. 8 boys 7 girls. 100 ಜನ ಬಾಯ್ಸ್ 100 ಜನ ಗರ್ಲ್ಸ್. 100 ಜನ ಬಾಯ್ಸ್ 100 12. ಓಕೆ ಇದ್ದ ನಿಮ್ದು യൂണിഫോം? ഓക്കെ. ഈ സ്കൂള് ഭയങ്കര ഓൾഡാണ്. പറയാൻ കാരണം എന്നല്ലേ, 26/11/1917 നിർമ്മിച്ചാണ് ഈ ഒരു സ്കൂള്. ഓക്കെ. അന്ന് തുടങ്ങിയ 2 ബിൽഡിങ്ങേ ഉള്ളൂ. 2 ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇത് ഓൾഡ് ബിൽഡിംഗ് തന്നെ. ഓഹോ ಓಹೋ. ಇದೆ ಯಾರು ತಮಿಳು? ఎవరు ತಮಿಳು ಗೊತ್ತಾ? ಹಿಂಗೆ பேசுங்க பாக்குதா? மறந்து போச்சா? பேர் என்ன? பேர் அஃப்ரின், அப்சனா, ஐஷா பானு. தமிழ் தெரியுமா எல்லாருக்கும்? எப்படி தமிழ் தெரியும்? எந்த ஊர் அப்ப நீங்க? இந்த ஊர் தானே? அப்பா அம்மா எல்லாம் எந்த ஊரு? இதே ஊரு? எந்த ஊரு? தர்க்கனாம்பி. தர்க்கனாம்பினா கூட அவங்களுக்கு எப்படி தமிழ் தெரியும்? அங்கேயும் கன்னடா தானே? தெரியுமா? சரி சரி. உங்க வீட்டில் தமிழ் பேசுவாங்களா? ஓகே ஓகே. ஓ தேங்க்யூ, பை. இது வருதா இதில்? ಬರಲ್ಲ, നീരില്ല. ഓക്കെ ഓക്കെ. ഓ അതിൽ വെള്ളമില്ല. ഇവർക്കൊരു പ്രൈമറി ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഒരു വേറൊരു കെട്ടിടമാണ്. 2 ചെറിയ, ഇവിടെയാണ് ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അവർക്കൊരു പ്ലേ ഗ്രൗണ്ടും മറ്റൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ബേച്ചലിൽ നമ്മൾ സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിൽ നിന്ന് എല്ലായിടത്തും സംസാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ധനുഷാണ് നമുക്ക് ഫുൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ധനുഷ് വന്നു. ധനുഷ് സ്മാർട്ട് ബോയ് ആണ്. ഫ്രണ്ട്സൊക്കെ പ്രീതം ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് സ്കൂളിന് പിന്നെ ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ഇവർക്ക് ക്ലാസ് തുടങ്ങും. ശരി, 10 മണി വരെ ഇവർക്ക് എക്സസൈസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും സ്കൂളിൽ. അതായത് ഉപ്പുമാ പേര് ജൊത്ത അത് കടലമിഠായും പിന്നെ മുട്ടയൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. പിന്നെ സ്കൂളിലുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല സാമ്പാറും ചോറും കൊടുക്കും. മുട്ട ചോദിക്കുന്നവർക്ക് മുട്ടയും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് സിസ്റ്റം. എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. ഇവർക്ക് കൊടുക്കുന്ന ഉപ്പുമാ അല്ലേ, ഇതൊക്കെ ഇവിടുത്തെ. ഇത് വീറ്റ് ഗോതമ്പിന്റെ ഉപ്പുമാ കൊടുക്കും. ഇതിന്റെ കൂടെ എഗ്ഗോ അതോ വേറെ കടലമിഠായി? റൈറ്റ്. എവറി ഡേ we distribute egg എല്ലാ ചിൽഡ്രൻസ് ടോട്ടൽ for all children. We give egg every day. Who does not eat egg, they eat kadle chicken. Okay. Banana. So instead of egg you will give this one. Yes. അപ്പോൾ കടലമിഠായി കൊടുക്കൂട്ടെ അവർക്ക്. ഇപ്പോൾ മുട്ടയാണ് ഒരു പോഷക, ഒരു പ്രോട്ടീൻ ഫുഡ് ഈ കുട്ടികൾക്ക് ഈ ഉപ്പുമാവിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൊടുക്കുന്നത്. അത് വേണ്ടാന്നുള്ളവർക്ക് ഈ മിഠായി കൊടുക്കും. ഓക്കെ. അത് ഒരു ഇവിടുത്തെ ഒരു ഇതാണ്. അതൊരു ടേസ്റ്റ്. തെക്കൊണ്ട് ഒന്ന് ഓക്കെ. കടലമുട്ടായി. ഓക്കെ. ഇത് ഇവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. കുട്ടികളൊരു കടലമുട്ടായി ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഫ്രഷാണ് കേട്ടോ. പുതിയൊരു ദിവസം വരുന്നതാണോ? നല്ല ചിലവുണ്ടല്ലോ അതിന്. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പെർമിഷൻ ഒക്കെ എടുത്ത് ഈ വില്ലേജിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഒപ്പെടുക്കാൻ വേണ്ടി പോവാണ്. അങ്കടി ഇത് ഇവിടുത്തെ അങ്കടിയാണ്. കട മനയിലെ അങ്കടി. അത് കടയും വീടും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. ഇതിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ഇതൊരു അവസാനത്തെ വില്ലേജാണ്. ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ 1500. 1500
കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഈ ചെറിയ ചെറിയ വില്ലേജുകളിലെ ഏറ്റവും ചെറിയ ചെറിയ വില്ലേജുകൾക്ക് ഇടയിലുള്ള ഏറ്റവും വലിയൊരു വില്ലേജാണ് ഈ ഒരു ട്രീ 20 years ಇಂದ ಐತೆ ಅದು 20 years. ಓಕೆ ಓಕೆ. ಜನ ಇಲ್ಲ ಇದೆ ಒಳಗಡೆ? ಜನ ಇಲ್ಲ. ഇത് വീട് പഴയ വീടാണ്, താമസമല്ലാത്ത. അപ്പോൾ ಬಸವಣ್ಣ ಅದು ಒಂದು ಸೆಲೆ ಸ್ಟ್ಯಾಚು. ಬಸವಣ್ಣ ಅಂತ ఎవరు ఊరు? ಈ ಊರಲ್ಲ, ಆದ್ರೆ ಅವರು ഇവിടെ ഈ മെയിനായിട്ടൊരു ജംഗ്ഷനാണിത്. ഇവിടെ കണ്ടില്ലേ ഒരു ശിലയൊക്കെ ഉണ്ട്, പിന്നെ ഒരു ശിലാലിഖിതം ഉള്ള ഒരു ശിലായുഗ കാലഘട്ടത്തിലുള്ള ഒരു ഇതുണ്ട്. പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഈ വില്ലേജിന്റെ തെരുവ്. മീൻസ് ഗണേശ ഇത് ടെമ്പിൾ ഇത്. ഓ ഇത് ടെമ്പിളാണ് കേട്ടോ, ചെറിയ ടെമ്പിള്. റൈറ്റ് റൈറ്റ്, അതൊരു ടെമ്പിളാണ്, ഗണേശ ടെമ്പിൾ. ഇവിടെ ഒരു കടയുണ്ട്. ಎಲ್ಲ ಮನೆಗಳು ಒಳಗಡೆ ಚಿನ್ನ ಚಿನ್ನ ಅಂಗಡಿಗಳಿದೆ ಅಂತ. ಇದು ಅಂಗಡಿ ಇಲ್ವಾ? ഈ നാട്ടിലെ ഫേമസ് അങ്കടിയാണ് ഈ കാണുന്നത്. ഇത് ഓൾഡ് അങ്കടി. ഇതല്ലേ ഇത് കയറു പശു ഹസു. ഓക്കെ ഓക്കെ. ഇത് പശുവിനൊക്കെ കിട്ടുന്ന കയറാണ്. ഇവിടെ കൂടുതൽ ചെലവാണ്. അപ്പൊ ഇവിടുത്തെ കടകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും കർഷകർ മേടിക്കാൻ വേണ്ടിട്ട്. ಇವಾಗ ಕ್ಲೋಸ್ ಆಗಿದೆ. ഇത് ഇവിടുത്തെ ഒരു കടയാണ്, ഇന്നില്ല, ലീവാണ്. എല്ലേ ഇത് ഇതുണ്ട്. അവിടെ ഒരു അമ്മ കടല ಇದು ಕಡಲೆಕಾಯಿ. ಇದು ನೀವು ವ್ಯವಸಾಯ ಮಾಡ್ತೀರಾ? ಅದು ಎಲ್ಲಿ ಇದಕ್ಕೆ ಎಷ್ಟು ಬೆಲೆ ಸಿಗುತ್ತೆ ನಿಮ್ಗೂ? ಒಂದು ಕೆಜಿಗೆ ರೇಟ್ ಕಮ್ಮಿ ಇಲ್ಲಿ? ಕಮ್ಮಿ 3,000 ಅಂದ್ರೆ 100 kgಗೂ 3,000 3,000 കുണ്ടൽ ಅಂತ 100 kg കിണ്ടൽ. ഓക്കെ. ഇത് 100 kgക്ക് ഇവർക്ക് 3,000 രൂപ കിട്ടുള്ളൂ. 3,000 30,000 3,000 3,000 അത്ര 2,000-3,000 രൂപ കിട്ടുള്ളൂ. അത്ര 100 കിലോ ഈ കടലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക്. ഇതെന്താ? ಇದು ಕಡಲೆ. ನೇಬಲಂಡಿ. ಇದು ರೇಷನ್ ಶಾಪ್. ರೇಷನ್ ಕಡೆ ಉಂಟದು. ಇದೆಲ್ಲ ಪೊರ್ಲು ಮೀನ್ಸ್ ಇಲ್ಲಿ ಪ್ರೈಸ್ ಏನು ರಿಟರ್ನ್ ಆಗಿಲ್ಲ. ಇದು ಏನು ಎಲ್ಲ ಫ್ರೀ? ಎಲ್ಲ ಫ್ರೀ, ಟೋಟಲ್ ಫ್ರೀ. ರೇಷನ್ ಅರಿಸಿ ಎಲ್ಲ ಊಟ. ಇದು ಟೆಂಪಲ್ മാറമ്മ ടെമ്പിൾ. ഇത് ന്യൂ ടെമ്പിൾ. ഓഹോ. മാറമ്മ ടെമ്പിൾ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് വീടൊക്കെ കണ്ടോ? ഇതൊക്കെ ഇതെല്ലാം മണയല്ല, ಹೌಸ್. ಅದು ಗೌಡರ್ ಮನೆ ಅಂತ. ಗೌಡ್ರ ಮನೆ. ಗೌಡ್ರ ಅಂತ ಇವರು ಮುಂದೆ ಅದು ಅಲ್ಲಿ ನಮ್ಗೇನಾದ್ರೂ ಹುಷಾರಿಲ್ಲ. ഇത് ഒരു വീടാണ് കണ്ടില്ലേ? ഒരു അഗ്രഹാരത്തിന്റെ ശൈലിയിലുള്ള വീടുകളാണ്, തൂണും ഇതൊക്കെ ആയിട്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇടയില് ധനുഷിനൊരു ആഗ്രഹം, നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഷോട്ട് എടുക്കാം. റൈറ്റ്? ഓക്കെ. ഫോട്ടോ ಬೇಕಾ? സ്റ്റില്ല്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ആ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു സ്ട്രീറ്റിലേക്ക് കൂടെ കയറാൻ പോവാണ്. എಲ್ಲಿ? പോസ്റ്റ് ഓഫീസ്. ഇത് ഓക്കെ ഓക്കെ.
ഈ നാട്ടിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോണത്, ഇന്ത്യ പോസ്റ്റ്. ഓക്കെ, ടൈം പോയിത്തു. ടൈം കഴിഞ്ഞു. ഇവിടെ ഉണ്ട് അത്രയും വീടുകൾക്കിടയിൽ ചെറിയൊരു പോസ്റ്റ് ഓഫീസ്, ഇന്ത്യ പോസ്റ്റ്. ഓൾഡ് ഹൗസ്. ഇവിടുത്തെ വീടുകളുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ഇവിടെ ഇങ്ങനെ നടന്ന് കാണണം അതൊക്കെ. ഓക്കെ, ഇവിടെ രണ്ടാൾ ഇരുന്നിട്ട് ഭയങ്കര കളിയാണ്. ഇത് ഏതൊരു ഗെയിം, പുളിങ്കുരി വെച്ചിട്ട് ഏത് ಹೆಸರು ഗെയിം ಹೆಸರು ഹള്ളഗുളിമണി. ഹള്ളഗുളിമണി എന്ന് പറഞ്ഞിട്ടൊരു കളി കളിക്കാണ്ടിരിക്കാണ്. ಎರಡು പേരದು ಮಾಡ್ತೀನಿ, രണ്ട് പേര് കളിക്കണേ. ನೋಡ್ತೀನಿ ಮಾಡು. ನೋಡ್ತೀನಿ ಆಡಿ ಅಂತ. ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ ഇവരിങ്ങനെ ഇതുണ്ട്, അതിന്റെ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. രണ്ടാളിരുന്ന് കളിക്കണുണ്ടോ? ഇത് മനയത് ಮನೆ ಇದು ಓಲ್ಡ್ ಹೌಸ್. ಹಸು ಕೊಟ್ಟಗ ಮೊದಲು ಮನೆ ಇತ್ತು. ಇದು ಮನೆ ಇಲ್ವಾ? ಇದು ಮನೆ. ഇതൊക്കെ വീടാണ്. ആ കാലದ മരದಲ್ಲಿ ಕೆತ್ತನೆ ಮಾಡಿದ್ರು. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് കാണാനാണ് നമ്മൾ പോണത്. ഈ ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മസ്ജിദ്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ಇದು ಹೆಸರು ಬೆಕ್ಕು, പൂച്ച. മലയാളದಲ್ಲಿ പൂച്ച, തമിഴ് പൂനെ, ഇംഗ്ലീഷ് ക്യാറ്റ്, കന്നഡ ಬೆಕ್ಕು. ഒരു പള്ളിയുണ്ട്, അത് കാണാനാണ് പോകുന്നത്. ഒരു കുറ്റം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ಇದು ಏನು ಬೋರ್ಡಲ್ಲಿ ನೋಡ್ತೀನಿ, ಲಬ್ಬಾಯ್ ಮಸೀದ್ ಅಂತ ರಿಟರ್ನ್. ലബ്ബായ് ಗೊತ್ತಿಲ್ಲ. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, ഇത് ലബ്ബായ് മസ്ജിദ് എന്നാണ് ഞാൻ മാപ്പിൽ കണ്ടത് നോക്കിയപ്പോൾ. ലബ്ബായ് മസ്ജിദ് ബാച്ചള്ളി, അത് ഒരേ ഒരു മസ്ജിദാണിത്, ചെറിയൊരു പള്ളി ഉണ്ട് ഇവിടെ. ಓಕೆ, ಸ್ಕೂಲ್ ಬಿಟ್ರು ನಿಮ್ ಬೇಗಲ್ಲ ಸ್ಕೂಲಲ್ಲಿ ಇದೆ ಅಲ್ವಾ? ಸ್ಕೂಲ್ ಹೋಗಿದಾವೆ ಅಂತ ಬೇಗ ಹೆಂಗೆ ತೀರ್ಕೊಂಡು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. വേറെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ അതാ പുറത്തേക്ക് വന്നു. തെങ്ങിൻകായ്, എൽനീരു. ಇಲ್ಲಿ ಅಂಗಡಿ ಕಟ್ಸ್ಬೇಕಂತ ಪ್ಲಾನ್ ಮಾಡ್ತಿದ್ದೆ. ಇದು ಡಾಗ್ ಅಲ್ಲಿ ಬೋನಲ್ಲಿ ಮಾಡ್ತಿದ್ದೆ. ಅಲ್ಲ ಇಲ್ಲಿ ಕುತ್ಕೊಂಡು ಮಾತಾಡ್ತೀನಿ. റൈറ്റ്. ഇവരെ ഇവിടുത്തെ മെയിൻ ഒരു സമയം ചെലവഴിക്കുന്ന സ്ഥലമാണിത്. അവിടെ രണ്ട് പഴയ കാളവണ്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു കുളമുണ്ടെന്ന് പറഞ്ഞു കാണാനാണ്. ನೀರಿದೆ ಅಲ್ಲಿ? ಆಯ್ತಾ? ರೈಟ್, ನೀರಿದೆ. ಅದು ಮಿಡ್ಲ್ಗ ಏನದು? നന്ദി കമ്പ. സൂം. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കുളത്തിന്റെ നടുക്ക്, കണ്ടില്ലേ? നന്ദിന്റെ ഒരു ശില്പമുണ്ട്. ഫിഷ് ഇതല്ലേ? ഇതിൽ മീനൊക്കെ ഉണ്ട്. ഇവിടെ മീനൊക്കെ പിടിക്കാൻ പറ്റും തോന്നുന്നു. വലിയൊരു കുളമാണിത്. എന്താ ഇതിന്റെ പർപ്പസ് എന്നൊന്നും അറിയില്ല. കുട്ടികളെ ചോദിച്ചപ്പോൾ അവർ പറയണത് എന്തൊക്കെയൊക്കെ പറഞ്ഞു. കൃഷിക്കൊന്നും നല്ലതാണ്, കൃഷിക്കൊക്കെ വേറെ ഒരുപാട് വെള്ളം ഇവിടെ ഉണ്ട്. ഇതൊരു കുളം. ഇവിടെ ഇത് പ്രത്യേകിച്ച് ഇതിന് പർപ്പസ് ഒന്നുമില്ല. ദൊഡ്കരെ. ഇതിന് പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നുമില്ല ഈ കുളത്തിന്. ഇത് മെയിനായിട്ട് ഇവിടെ ചില പൂജകളും മറ്റൊക്കെ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുളമാണ്. ഒരു ക്ഷേത്രത്തിന്റെ കുളം എന്ന് പറയുന്ന പോലെ
ഉള്ളൊരു കുളമാണ്. പിന്നെ ഈ വിനായക ചതുർത്ഥിൻ്റെ സമയത്ത് ഈ ഗണേശ ശില്പമൊക്കെ കൊടുത്തിട്ട് വെള്ളത്തിൽ അലക്കില്ല, അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അത് കൂടാതെ വേറെ കുറച്ച് പൂജാകർമ്മങ്ങൾ ഇവിടെ ഇടയ്ക്ക് നടക്കാറുണ്ട് അത്ര, അതിന് മാത്രമായിട്ടുള്ളൊരു കുളമാണിത്. ഓക്കെ, അപ്പോൾ ബാച്ചള്ളി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഞങ്ങൾ മൊത്തം നടന്ന് കണ്ടു. ഇവരാണ് ഫുൾ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഇവരുടെ സ്കൂളത്തെ സാറ് എന്താ ശശികുമാർ സാർ അവിടുത്തെ HM ഇൻചാർജാണ്. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് പെർമിഷൻ ചോദിച്ചു, എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഇവരെയും കൂട്ടി ഇവരെയും വിട്ടു തന്നു. അതിന് ഫുള്ള് പിന്നെ ഞങ്ങളെല്ലാം കറങ്ങി കണ്ടു. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ശശികുമാർ സാർക്കും ഇവർക്കെല്ലാവർക്കും ഈ വീഡിയോയിൽ നന്ദി ഹേളിദിനി, നന്ദി താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.